ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ധ്യാനിക്കുന്നത് വിവാഹം ഒരു കൂദാശയാണ്. അത് മനസ്സിലാക്കുമ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1113 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: സഭയുടെ ആരാധനാ ജീവിതം മുഴുവൻ ഭ്രമണം ചെയ്യുന്നത് 7 കൂദാശകൾക്ക് ചുറ്റുമാണ്. ആരാധനാ ജീവിതം ഭ്രമണം ചെയ്യുന്നത് 7 കൂദാശകൾക്കും ചുറ്റുമാണ്. നമുക്കറിയാം 7 കൂദാശകൾ: ജ്ഞാനസ്നാനം, തൈലലേപനം, കുമ്പസാരം, വിശുദ്ധ കുർബാന, വിവാഹം, ഗുരുപ്പട്ടം, രോഗീലേപനം. ഈ 7 കൂദാശകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്ന് അല്പകാര്യം മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് കൂദാശയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എന്താണ് കൂദാശ? ആരുടേതാണ് കൂദാശ? ഇനി കൂദാശയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കൂദാശകൾ? ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ക്രിസ്ത്യാനികളെന്ന നിലയ്ക്ക്, ദൈവമക്കളെന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതം ഈ കൂദാശകളെ ചുറ്റിപ്പറ്റി പോകേണ്ടതാണ്. ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ ഒരു ആരാധനയായിട്ട് മാറേണ്ടതാണ്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് കൂദാശ? 2 പദങ്ങൾ എടുക്കുമ്പോൾ അത് മനസ്സിലാവും. ഒന്ന്, ഗ്രീക്ക് ഭാഷയിൽ മിസ്തേരിയോൺ, ആ പദമാണ് കൂദാശയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, മിസ്തേരിയോൺ. അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷയിൽ സാക്രമെന്തും, കൂദാശയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാക്രമെന്തും. ഇത് രണ്ടും അർത്ഥമാക്കുന്നത് രക്ഷയുടെ രഹസ്യം. നമുക്കറിയാം നമ്മുടെ രക്ഷയുടെ രഹസ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. പറയുന്നുണ്ട്, ഏത് കൂദാശയും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് യേശുക്രിസ്തുവിൽ. അതിപ്പോൾ ജ്ഞാനസ്നാനം ഈസ് ഈക്വൽ ടു ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ 7 കൂദാശകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ കൂദാശകൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. പൗരസ്ത്യ സഭകളിൽ ഈ കൂദാശകൾ വിളിക്കപ്പെട്ടിരുന്ന ഒരു പ്രത്യേക ടൈറ്റിലാണ്: വിശുദ്ധ രഹസ്യങ്ങൾ. വിശുദ്ധ രഹസ്യങ്ങൾ. അങ്ങനെയാണ് 7 കൂദാശകൾ അറിയപ്പെട്ടിരുന്നത് പൗരസ്ത്യ സഭകളിൽ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1116 കൂടി എടുക്കുകയാണെങ്കിൽ 1116 സഭയിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികളാണ് കൂദാശകൾ. അങ്ങനെയാണ് ഈ പാരഗ്രാഫ് കൂദാശയെക്കുറിച്ച് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട കർമ്മങ്ങൾ, അത് മാമോദീസ തുടങ്ങി ശരീരലേപനം, അതുപോലെ രോഗീലേപനം വരെയുള്ള കൂദാശകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ്, പ്രവൃത്തികളാണ്. അതാണ് ഈ പാരഗ്രാഫിലൂടെ കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആരുടേതാണ് കൂദാശകൾ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1118 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സാക്രമെന്റ്സ് ബിലോങ് ടു ദ ചർച്ച്. സഭയുടേതാണ് കൂദാശകൾ. സഭയുടെ സമ്പത്ത് എന്നറിയപ്പെടുന്നതാണ് കൂദാശകൾ. പറയുന്നുണ്ട്, ദൈവമക്കളായി നമ്മൾ സമ്പന്നരാകണമെങ്കിൽ ഈ കൂദാശകളുമായിട്ട് നമുക്കൊരു അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടാകണം. അവയോടൊരു അഭിരുചി നമുക്കുണ്ടാകണം. സഭ എന്താണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 20:28 വായിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ് സഭ. ഈ സഭയുടെ സമ്പത്താണ് കൂദാശകൾ. പറയുന്നുണ്ട്, യേശുവിനോട് ചേർന്ന് നിൽക്കാൻ നമ്മെ സഹായിക്കുന്നത് കൂദാശകളാണ്. യേശു സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത സഭയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കൂദാശകൾ? ഇതിനൊരു ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ കൂദാശകളെ നമ്മൾ സമീപിക്കണം. വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ തോമസ് അക്വിനാസും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്: കൂദാശകൾ സഭയെ പണിതുയർത്താൻ വേണ്ടിയുള്ളതാണ്. ഞാൻ അതിൻ്റെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 798 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, കൂദാശകളിലൂടെ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയെ പരിപോഷിപ്പിക്കുന്നു, വളർത്തുന്നു. അതിൻ്റെ ഈ സഭയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത് ദൈവമക്കളായ നമ്മളാണ്. നമ്മളെ പരിപോഷിപ്പിക്കുന്നു. മാമോദീസായിലൂടെ നമ്മെ അവിടുന്ന് രൂപപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വചനം, ദിവ്യകാരുണ്യം എന്നിവയിലൂടെ നമ്മെ പരിപോഷിപ്പിക്കുന്നു. ഇതാണ് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സമ്പത്ത് അതിൻ്റെ അവയവങ്ങൾക്ക് ലഭിക്കുവാനുള്ളതാണ് ഈ കൂദാശകളെന്ന് സഭ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഇറനേവുസ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്: ദൈവത്തിൻ്റെ കൃപ നൽകപ്പെട്ടിരിക്കുന്നത് സഭയ്ക്കാണ്. ലത്തീൻ ഗ്രീക്കിലെ കുർബാനയുടെ ഒരു പ്രാർത്ഥന
നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സഭയ്ക്ക് സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരുളിയാലും. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന എങ്ങനെയാണ്? സഭയോട് ഐക്യപ്പെട്ട് സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൗദാശിക ജീവിതം നയിക്കാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ സഹായിക്കും, ശക്തിപ്പെടുത്തും എന്നുള്ള ആ ഒരു കാര്യം തിരിച്ചറിയുകയും ചെയ്യാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് ബ്രോക്കൺ ഫാമിലീസ്, കുടുംബ തകർച്ച നേരിടുന്ന കുടുംബങ്ങളെ പ്രത്യേകം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.